ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് നടത്തുന്ന 4ാമത്തെ ബൈബിൾ ക്രൗൺ കോമ്പറ്റീഷൻസാണ് ഇവിടെ ഇപ്പോൾ നടത്തപ്പെടുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഈ എപ്പിസോഡിൽ ജഡ്ജസായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിചയപ്പെടാം. ഒന്ന് മിസ്സസ് രാജി വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് വിങ്ങിൽ എൻ്റെ ചുമതല വഹിക്കുന്നു. രണ്ടാമത്തത് മിസ്സസ് ഷീബ സക്കരയാണ്. എന്നോടൊപ്പം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം എൻ്റെ ബൈബിൾ ട്രാൻസ്ലേഷൻ ടീമിലും പ്രവർത്തിക്കുന്നു. അവരിരുവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുവാനുള്ളത് ഇന്നത്തെ കണ്ടസ്റ്റൻസ് ആണ്. മിസ്സസ് ജോബ് സീജ. എൻ്റെ പേര് ജോബ് സീജ. ഞാൻ വെങ്ങാനൂരിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡ് റിട്ടയർഡായി. ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത ആൾ +2 കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രണ്ടാമത്തത് മോള്, അവൾ 8th സ്റ്റാൻഡേർഡിൽ നെക്സ്റ്റിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഈ ക്വിസ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്. ഇതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. നെക്സ്റ്റ് ഇതിലും പോകാനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുട്ടയ്ക്കാടിനടുത്ത് CSI വെങ്ങാനൂർ ടൗൺ ചർച്ചിലാണ്. കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, ചർച്ചിലോ കിട്ടുന്ന അവസരങ്ങളിൽ ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകാറുണ്ട്. ചർച്ചിലും ഓരോ കമ്മിറ്റി അംഗങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് റിട്ടയർഡായി വർക്ക് ചെയ്തായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെൽക്കം. താങ്ക് യു. യെസ്, ഓമന ജോൺ. ഞാൻ ഓമന ജോൺ, തിരുവനന്തപുരം പോങ്ങുമൂട് നിന്ന് വരുന്നു. ഞാൻ ശ്രീ ഇസ്രായേലിൽ നിന്ന് റിട്ടയർഡ് സ്റ്റാഫാണ്. ഈ കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇത് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. തുടർന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദൈവിക പ്രവർത്തനങ്ങളൊക്കെ? സേവ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ വാർഡിലായിരുന്നപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും എനിക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ. മോള് ആയുർവേദിക് തെറാപ്പിസ്റ്റാണ്. മോന് ഒറക്കിളിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. ഹസ്ബൻഡ് മരിച്ചിട്ടിപ്പം 1 വർഷമാകുന്നു. ഇപ്പോഴേ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടോ? സേവ്യാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. അല്ലാതെയും അയൽക്കാർക്കൊക്കെ വേണ്ട സഹായം ചെയ്തു കൊടുത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്പം മക്കളെല്ലാം അങ്ങ് പോയാലും ആരും അടുത്തില്ല. മോളടുത്തുണ്ട്, ആയുർവേദിക് തെറാപ്പിസ്റ്റ് അല്ലേ? നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇപ്പം തനിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സിജു വർഗീസ്. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് നെല്ലാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കുന്നയ്ക്കാൽ സെൻറ്റ് ജോർജ് യാക്കോബായ സൂര്യാനി വലിയ പള്ളി ഇടവാംഗമാണ്. കൂടാതെ ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. ഞാൻ പള്ളിയുടെ കീഴിലുള്ള നെല്ലാട് സെൻറ്റ് തോമസ് യാക്കോബായ സിറിയൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനു മുമ്പും ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വേൾഡ് ടെലിവിഷൻ്റെ പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ മറ്റ് പല പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ മത്സരത്തിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അടുത്ത റൗണ്ടുകളിലേക്ക് പോകാൻ എനിക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. ഗീവർഗീസ് സാദയുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ് നിങ്ങളുടേത്. ഇവിടെ പരിശുദ്ധ ഗീവർഗീസ് സാദയുടെ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 12 തിരുശേഷിപ്പുകൾ ഉള്ളതിൽ ഏറ്റവും വലിയ തിരുശേഷിപ്പ്, നഗ്നനേത്രങ്ങൾ കാണാവുന്ന തിരുശേഷിപ്പാണ് പരിശുദ്ധ ഗീവർഗീസ് സാദയുടെ തിരുശേഷിപ്പ്. അത് കണ്ട് പ്രാർത്ഥിക്കാം. ഇനിയും ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ ഒരു സോളാറിൻ്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജോലി നിർത്തി. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുൻ പരിചയങ്ങളുണ്ടോ?
പങ്കെടുക്കാറുണ്ട്. ചെറിയ ഇവിടുത്തെ ഈ, നമ്മുടെ ഇടവകയിലെ ഇടവകയിൽ ചെറിയ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. കൂടാതെ ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞ ഓരോ ദിവസവും ഡെയിലിയുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം വിന്നറായിട്ട്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ മാരീഡ് ആണോ? അല്ല 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 അൺമാരീഡ് ആണ്. അൺമാരീഡ്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേറെ എന്തെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി, പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഇപ്പോൾ എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണ്. അതെ അതെ. റൈറ്റ്. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ആട്ടെ മിസ്റ്റർ തിമോത്തി AC. എൻ്റെ പേര് തിമോത്തി AC. ഞാൻ തൃശ്ശൂർ പൂച്ചട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്ന് IPC ഇമ്മാനുവൽ ചർച്ചിൻ്റെ അംഗമാണ്. ഇതുവരെയും അവിടെ അതിൻ്റേതായിട്ടുള്ള നിലയിൽ സഭയിൽ എല്ലാ ആത്മീയ ഭൗതിക കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്. ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, കൊച്ചുകുട്ടികൾ, എല്ലാവരും കൂടി എൻ്റെ ഭവനത്തിൽ തന്നെ താമസിക്കുന്നു. ഞാനിത് പല ചെറിയ ബൈബിൾ ക്വിസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ബൈബിൾ ക്വിസ് ഇങ്ങനെ നടക്കുന്നുണ്ട്, നല്ലൊരു പരിപാടിയാണ്, നല്ല പ്ലാറ്റ്ഫോമാണെന്നൊക്കെ അറിഞ്ഞ് എന്നെ സഹായിച്ചത് തൃശ്ശൂർ പഴഞ്ഞിയിൽ നിന്ന് വരുന്ന പ്രിയ പോൾസൺ സഹോദരനാണ്. അദ്ദേഹമാണ് എന്നെ ഇതിനെ സംബന്ധിച്ച് അറിവ് തന്നത്. അതുകൊണ്ട് ഇത് അത്രയും നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ബൈബിൾ ക്വിസുകളിൽ പങ്കെടുക്കുവാൻ ഞാൻ വന്നു. ഇതെനിക്ക് പുതിയൊരു അനുഭവമാണ്. ഇത് ഇപ്പോൾ ഇന്ന് നടന്ന ബൈബിൾ ക്വിസൊക്കെ എനിക്ക് വളരെ എന്താ പറയുക, അതിന് തക്കവണ്ണമുള്ള ഒരു പ്രചോദനം ഉണ്ടായി. തുടർന്നുള്ള ബൈബിൾ ക്വിസുകളിലും പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട്. ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഇതുപോലെയൊക്കെയുള്ള ഇതിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ. എന്നാൽ സഭയിലൊക്കെ ഇതുപോലെയുള്ളതെന്ന് പറയുമ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ ഇതുപോലെ സമാനമായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇല്ല. പിന്നെ സഭയിലെ എല്ലാ സഭകളും അവരുടേതായ രീതിയിൽ ചെറിയ ക്വിസിലൊക്കെ പങ്കെടുത്ത് അതെ 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 അങ്ങനെയൊക്കെയുണ്ട്. അതെ. ഇത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നടത്തപ്പെടുന്ന ആദ്യമായിട്ടാണ്. അതെ അതെ അതെ. സ്വാഗതം. ഇതൊരു പുതിയ അനുഭവമാകട്ടെ. ഈ അനുഭവത്തിലൂടെ മറ്റനേറെ കർത്താവിലേക്ക് നയിക്കുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 4 റൗണ്ടാണ് ഈ ഫസ്റ്റ് സ്റ്റേജിലുള്ളത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് എന്ന് പറയും. ഓരോ ചോദ്യം പഴയ നിയമത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ 5 മാർക്കാണ്. ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. ഉത്തരം അറിയാൻ വയ്യാതെ നാം തന്നെ ഉത്തരം കണ്ടുപിടിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ വല്ലതും പിടിച്ച് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ -2 മാർക്ക് തരും. തെറ്റായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അടുത്ത ആൾക്ക് കൊടുത്ത ആൾ ആ മാർക്ക് വാങ്ങിച്ചോളൂ. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ തെറ്റ് പറയുമ്പോൾ മറ്റൊരാളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് 100% ഉറപ്പായിട്ടുള്ളത് പറയുക. പിന്നെ ഒരു 90% ഉണ്ടെങ്കിലും പറയാം. പക്ഷേ എന്തായാലും തെറ്റ് പറഞ്ഞാൽ ഉടൻ തന്നെ ജഡ്ജസ് മൈനസ് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഉത്തരം പറഞ്ഞില്ല, ഇപ്പോൾ ജോബ് സീജ ഉത്തരം നൽകുന്നില്ലെങ്കിൽ അടുത്ത മിസ് സോമന ജോണിന് അത് പാസ് ചെയ്യും. താങ്കളും പറഞ്ഞില്ലെങ്കിൽ റൗണ്ടായിട്ട് പോകും. അവസാനം ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറയും, മാർക്ക് ഞാൻ എടുക്കും. ഓൾറൈറ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ചിട്ട. അപ്പോൾ നമുക്ക് 4 റൗണ്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. പുതിയ നിയമത്തിൽ വളരെ ലളിതമായ. എന്നോട് ഒരാളിവിടെ വന്ന് പറഞ്ഞ് വളരെ ടെൻഷനായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബി ഫ്രീ, ബി ഹാപ്പി, ദാറ്റ്സ് ഇറ്റ്. ഇതേ സിസ്റ്റമാണ്. 5 മാർക്ക്. ഓറെ. മൂന്നാമതായിട്ടുള്ളത് ടെസ്റ്റ് മണി റൗണ്ട്. ടെസ്റ്റ് മണി റൗണ്ട് പറയുമ്പം നമുക്ക് ദൈവിക ഉള്ള അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. സാക്ഷ്യ റൗണ്ടാണ്. 2 രീതിയിലാകാം. എങ്ങനെ ദൈവസന്നിധി വന്നു എന്നുള്ളത് സാക്ഷ്യമാണ്. ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ച മഹാത്ഭുതങ്ങൾ അതും സാക്ഷ്യമാണ്. അപ്പോൾ ആ സാക്ഷ്യത്തെ എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എല്ലായിടത്തും നമ്മളിത് വെക്കുമ്പോൾ മറ്റൊരാളെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ സാക്ഷ്യ റൗണ്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് നാം ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും സാക്ഷ്യ റൗണ്ടുണ്ട്. അതിലൂടെ മറ്റനേകർക്ക് ജീവിക്കുന്ന കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഏത് തലത്തിൽ പ്രവർത്തിച്ചിരുന്നാലും യേശു ജീവിക്കുന്നുവെന്നും പ്രവർത്തിക്കുന്നുവെന്നും ബോധ്യമെന്ന് എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം. പലപ്പോഴും ഇന്ന് അങ്ങനെ ഒരു അവസരം നമ്മുടെ ഇടവകളിൽ ഇല്ല. ഞാൻ പറയുന്നത്, ഞാൻ ഓർത്തഡോക്സ് സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. അത് മർത്തോമായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഉണ്ടോ സിസ്റ്റർ? എല്ലാ ഡിസംബർ 31 രാത്രിയിൽ
സാക്ഷ്യം പറയുന്ന ഒരു പതിവാണ്. അപ്പോൾ ഒരു എത്ര പേരുണ്ട് നിങ്ങളുടെ ഇടവകയിൽ? 120 മെമ്പേഴ്സ്. അപ്പോൾ 120 മെമ്പേഴ്സിന് വർഷത്തിലൊരിക്കൽ ഡിസംബർ 31-ാം തീയതി അത് എത്ര മണിക്കൂറുണ്ടാവും സാക്ഷ്യം? 1 മണിക്കൂർ. 10 മണിക്ക് തുടങ്ങി 12 മണി അപ്പോൾ 2 മണിക്കൂറുണ്ടാവും. അപ്പോഴങ്ങനെ സാക്ഷ്യം പറയുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാം നിത്യജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കണം. അപ്പോൾ അവിടെ നിങ്ങളുടെ സിസ്റ്റം അതാണ്, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അതായത് നമ്മളെപ്പോഴും എവിടെയും യേശുവിൻ്റെ സാക്ഷികളായിത്തീരണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ വേർഡ് 12 മിനിസ്ട്രീസ് എന്ന് പറയുന്ന ശുശ്രൂഷ. അത് നയിക്കുന്ന വിലയെന്നാണ് ഞാൻ. അപ്പോൾ നാം എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലിരുന്നാലും യേശുവിൻ്റെ സാക്ഷികളായിട്ട് അനേകരെ യേശുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കഴിയണം. അത് വർഷത്തിലൊരിക്കലാവുമ്പോൾ 12 മാസത്തിന് വലിയ ഗ്യാപ്പുണ്ട്. അതിനിടെ പലരും ചത്തുകെട്ടും പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാവകാശങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റ് മണി റൗണ്ട് ഇപ്പോൾ പള്ളിയിൽ അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു വലിയ അവസരം. 10,000-കണക്കിന് ആളുകൾ ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ഷോ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊക്കെ ജീവിക്കുന്ന കർത്താവിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു അവസരമാണ്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ അതിന് മാർക്കുമുണ്ട്. ഓരോരുത്തരുടെ സാക്ഷ്യത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ 5 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേദഭാഗം ഞാൻ പറയും. അപ്പോൾ ആദ്യമേ ആരാണെന്ന് വായിക്കുന്നത് വെച്ചാൽ അവർക്ക് 2 മാർക്ക് കിട്ടും. ശരിയായിട്ട് തെറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ -1 മാർക്ക് കിട്ടും. എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ നിൽക്കും. ഓൾറൈറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ചോദിക്കാം. യെസ്, ചോദിക്കാം. സംശയമൊന്നുമില്ല. സാക്ഷ്യത്തിന് എത്ര സമയമാണ് അനുവദിച്ചിരിക്കുന്നത്? സിസ്റ്റർ എത്ര സമയം വേണം? ഒരു വർഷത്തെ മുഴുവൻ കാര്യം പറയാൻ അവിടെ 10 മിനിറ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് തരും. ഷുവർ. ഇപ്പം വേണം അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഇച്ചിരി ഇലാസ്റ്റിക്കാണ്, കുറച്ചുകൂടെ എടുത്ത് തരും. ഓക്കെ. പിന്നെ അത് വേറൊരു കാര്യം സാക്ഷ്യം പറഞ്ഞു. എൻ്റെ സാക്ഷ്യ ശുശ്രൂഷയാണ്. സാക്ഷ്യം പറയാൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, എഴുന്നേറ്റ് ചെന്നു, അത് ഇച്ചിരി നേരം കാല് കഴിച്ചു, ഞാൻ ഇരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കി, അത് കണ്ടു, പിന്നെ ഇതൊന്നും നല്ല സാക്ഷ്യം, മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ചിലർ പറയും ഞാൻ കോഴിക്ക് മുട്ടയിട വെച്ചു, അപ്പം 12 എണ്ണം വിരിഞ്ഞു, അങ്ങനെ പറയുന്നതല്ല. പിന്നെ പശുവിനെ ജനയായിരുന്നു, അത് പ്രസവിച്ചു, അതുമല്ല സാക്ഷ്യം. അതൊക്കെ സാക്ഷ്യങ്ങൾ തന്നെ പാർത്ഥചാരികൾ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിതലത്തിലായിട്ടുള്ള കാര്യം, ഉപരിയായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യം ഉളവാക്കും. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സാക്ഷ്യം കൊണ്ട് വളർന്ന സഭയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഭയായിട്ട് തീർന്നത്, ഏറ്റവും വലിയ മതസമൂഹമായിട്ട് തീർന്നത് സാക്ഷ്യം കൊണ്ടാണ്. എന്ന് സാക്ഷ്യം കുറഞ്ഞു പോയോ അന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുരടിപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് നമ്മളെക്കാൾ കൂടുതലായിട്ട് വേറെ മതങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ക്രിസ്തീയ സാക്ഷ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വലിയ രീതിയിൽ നമ്മളിതിനെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ തക്കോണം ലോകത്ത് അനേക കാര്യങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും എളിയ രീതിയിൽ പരിശ്രമിക്കുന്നു. ഓൾറൈറ്റ്. ഹാപ്പി? ടെൻഷനൊക്കെ പോയോ? സിജുവിന് ഇച്ചിറുണ്ടോ? വെള്ളം വല്ലതും ആവശ്യമുണ്ടോ? കാപ്പി, ചായ ഒന്നും? റൈറ്റ്. സോ ഷാൽ വി ബിഗിൻ? ഓൾറൈറ്റ്. ജഡ്ജസ്, ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം ഞാൻ ജോബ് സിജോടെ ചോദിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്. വളരെ ലളിതമായൊരു ചോദ്യമാണ്. യെഹെസ്കേലിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? നമുക്ക് ഉത്തരം അറിഞ്ഞാൽ പാസ് എന്ന് പറയാം. പാസ്. യെസ്. ജോൺ. യെസ്. സിജു വർഗീസ്. ദാര്യാവേശ്. ദാര്യാവേശ്. -2 മാർക്സ് ഫോർ ദാര്യാവേശ്. തെറ്റായ മറുപടിയാണ്. യെസ്. മിസ്റ്റർ തിമോത്തി. പൂസി. റൈറ്റ് ആൻസർ. He gets 4 marks. Mr. Timothy John gets 4 marks for the first question, right? Right. Now going to the second question. Right. ഇനിയും അടുത്ത ചോദ്യം സോമന ചോറൻ. ഏത് രാജാവാണ് മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ഉടച്ചു കളഞ്ഞത്? ഹിസ്കിയാവ്. റൈറ്റ് ആൻസർ. ഓമന ജോൺ ഗെറ്റ്സ് 5 marks. റൈറ്റ്. അതിൻ്റെ പേരറിയാമോ? നെഹുഷ്ടാൻ. യെസ്. നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ മക്കൾ അതിനെ ആരാധിച്ചുകൊണ്ടിരുന്നോ, അതിനെ വണങ്ങുന്നതായിരുന്നു. പക്ഷേ എല്ലാ വിഗ്രഹങ്ങളും ഒടിച്ച ഹിസ്കിയാവ് അതിനെയും ഉടച്ചു കളഞ്ഞു. കാരണം അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ ഇവർക്ക് പേടിയെന്ന് പറഞ്ഞാൽ മോശ ഉയർത്തിയതാണ്, ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞാണ് ഇവർ പോയടത്തെല്ലാം കൊണ്ടുപോയി അവസാനം യെരുശലേം ദേവാലയത്തിലാണ് അതിരുന്നത്. അതിനെ
ഇസ്ക്യാവ് ഉടച്ചു കളയും. നെഹുഷ്ടാൻ. ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് ഈസ് മിസ്റ്റർ സിജു വർഗീസ്. റെഡി? റൈറ്റ്. എലീശ പ്രവാചകൻ ആരാമ്യ രാജാവിൻ്റെ സൈന്യാധിപൻ്റെ എന്തു രോഗമാണ് സൗഖ്യമാക്കിയത്? പാസ്. യെസ് മിസ്റ്റർ തിമോത്തി. കുഷ്ഠം. കുഷ്ഠം. ഇഷ്ടം. 4 മാർക്സ്. യെസ്, 4 മാർക്ക്. ഓൾറൈറ്റ്. കുഷ്ഠമാണ്. നേരിട്ടല്ല സൗഖ്യമാക്കിയത്. സൗഖ്യമായിട്ട് അവിടെ ചെന്നു അവിടെ പോയി കുളിക്കാൻ പറഞ്ഞത്. 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞത്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് സൗഖ്യം പ്രാപിച്ചത്. ഓക്കെ, റൈറ്റ്. ഇനിയും അടുത്ത ചോദ്യം അവിടെ മിസ്റ്റർ തിമോത്തിയോടാണ് ചോദിക്കാൻ പോകുന്നത്. ദാവീദ് എന്തായുധം ഉപയോഗിച്ചാണ് ഗോലിയാത്തിനെ കൊന്നത്? കവണയും കല്ലും. കല്ലെന്ന് പറഞ്ഞാൽ വെട്ടുകല്ലോ കരിക്കല്ലോ വല്ലോ ആണോ? തോട്ടിൽ നിന്നുള്ള കല്ല്. തോട്ടിൽ നിന്നുള്ള കല്ല്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആൻസർ. മിനിസം ഉള്ള കല്ലായിരുന്നു. യെസ്, ദ റൈറ്റ് ആൻസർ. ഹി ഗെറ്റ്സ് 5 മാർക്സ്. യെസ്. സോ ദാറ്റ് എൻഡ്സ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. ഓക്കെ, റെഡി ആണല്ലോ? Shall we go to the New Testament round? Judges, are you ready? Yes, okay. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. തിമോത്തിയിൽ നിന്നാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ പടപടാന്ന് ഉത്തരം പറയാനുള്ളത് ഈസി, വെരി ഈസി. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗലീലക്കടലിനെ എന്താണ് വിളിച്ചിരുന്നത്? തിബരിയാസ് കടൽ. എക്സാക്ട്ലി. ഞാൻ പറഞ്ഞില്ല വളരെ എളുപ്പമായ ചോദ്യമാണ്. സോ ഹി ഗെറ്റ്സ് 5 മാർക്സ് ഫോർ ദാറ്റ്. യെസ്. മറ്റൊരു പേരൂടെ ഉണ്ട്, അത് പറയാം. എക്സാക്ട്ലി, മാർക്കില്ല ചോദ്യമാണ്. സോ ഇറ്റ് ഇസ് ഗെന്നസരത്ത്, ലേക്ക് ഓഫ് ഗെന്നസരത്ത്. അങ്ങനെ 3 പേരുകളാണ്. യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത് തിബരിയാസ് എന്നാണ്. 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്. യെസ്, നെക്സ്റ്റ് ഇസ് മിസ്റ്റർ സിജു വർഗീസ്. യേശുവിൻ്റെ പൂർവ്വപിതാവായി വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്ന ദാവീദിൻ്റെ പേരെന്ത്? നമുക്ക് 2 വംശാവലി കാണാൻ കഴിയും. ഒന്ന് മത്തായിയുടെ സുവിശേഷ വംശാവലി, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വംശാവലി. അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വംശാവലിയിൽ അത് യേശുവിൻ്റെ പൂർവ്വപിതാവായി ദാവീദിൻ്റെ മകൻ്റെ പേരെന്ത്? ശലോമോൻ. യെസ്, -2 മാർക്സ് ഫോർ മിസ്റ്റർ സിജു വർഗീസ്. അടുത്തതായിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അവന് മറുപടി ഉണ്ടോ? ജോബ് ചെയ്ത നാഥാൻ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. He gets 4 marks for that. Yes, Nathan, you are right. 2 പേരും വംശാവലി വരുമ്പം 2 ആയിട്ടാണ് പറയുന്നത്. ഓൾറൈറ്റ്, ഓക്കെ. അടുത്ത ചോദ്യം ആരോടാണ്? സോമന ജോൺ. യെസ്. യേശു പ്രാണനെ വിട്ടപ്പോൾ കല്ലറകൾ പിളർന്ന് അനേക വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റതായി രേഖപ്പെടുത്തുന്ന സുവിശേഷം ഏത്? ലൂക്കോസ്. -2 മാർക്സ്. യെസ്, ജോബ് സിജ. മത്തായി അല്ല, പിന്നെ മർക്കോസ് അല്ല, മത്തായി. കറക്റ്റ്. ഷീ ഗെറ്റ്സ് 4 മാർക്സ്. 2 ഉള്ളു പറയാൻ അല്ലേ? എക്സാക്ട്ലി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 52-ാം വാക്യത്തിലാണ് പറയുന്നത്. അടുത്ത ചോദ്യം താങ്കളോട് തന്നെയാണ് അല്ലേ? ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളും വിധവയുമായ പ്രവാചികയുടെ പേരെന്താണ്? ഹന്ന. 5 മാർക്സ് ഫോർ ജോബ് സീസൺ. സോ ദാറ്റ് ബ്രിങ്സ് us to the close of New Testament round. ലോകത്തിൽ 7 അത്ഭുതങ്ങളുണ്ട്. ഞാൻ 8ാമത്തെ അത്ഭുതം ഇന്ന് കണ്ടു. വേദപുസ്തകം പഠിക്കാൻ താല്പര്യപ്പെടുന്ന സകലരോടും അഭ്യർത്ഥിക്കുക, ഈ ബൈബിൾ മ്യൂസിയം കാണുക. ഇവിടെ ഇല്ലാത്ത യാതൊന്നുമില്ല. വരിക, കുടുംബമായിട്ട് വരിക, ഭാര്യയും മക്കളുമായിട്ട് വരിക. പെന്തിക്കോസുകാരോട് പറയാണ് കൊണ്ടുവരണം. ഒരു സഹോദരൻ എന്ന നിലയിൽ മർത്തോമക്കാരുടെയൊക്കെ പറയാണ്, യാക്കോബക്കാരുടെയൊക്കെ പറയാണ്, ഓർത്തഡോക്സുകാരുടെയൊക്കെ പറയാണ്. ഉൽപ്പത്തി മുതൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെയുള്ള പലതും നിങ്ങൾക്ക് പഠിക്കാം. ഇത് നഷ്ടപ്പെടുത്തരുത്. വരിക, കാണുക. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495 998555. മൂന്നാമതായി
അടുത്തതായിട്ട് ടെസ്റ്റ് മണി റൗണ്ടാണ്, സാക്ഷ്യത്തിൻ്റേതായിട്ടുള്ള സമയമാണ്. ഞാൻ സാക്ഷ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. മിസ്സസ് ജോബ് സീജ, യു വിൽ സ്റ്റാർട്ട്. ഇല്ല 5 മിനിറ്റ്, അതല്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് എക്സ്ട്രാ തരാം. ഓക്കെ, യു വിൽ സ്റ്റാർട്ട് റൈറ്റ് നൗ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ പോളിയോ ബാധിച്ചിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കാല് മുടന്തായി മാറുമെന്ന്, ഒരു കാല് ശോഷിച്ച അവസ്ഥയിൽ വരുമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ദേശത്ത് ഒരു ക്രൂസൈഡ് നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ അവിടെ സാക്ഷി പറഞ്ഞാൽ മതി, ദൈവം നിനക്ക് സൗഖ്യം തരുമെന്ന്. എല്ലാ ദിവസവും അമ്മയുടെ സഹായത്തോടെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയി. അവിടെ ഒരു വിരിപ്പ് ഇട്ട് ഞാൻ അവിടെ കിടക്കുമായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അവസാന ദിവസത്തിൽ എനിക്ക് എഴുന്നേറ്റ് നടന്ന് പോയി സാക്ഷി പറയാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നീട് ആ ബലഹീനത ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. നന്നായിട്ട് നടക്കുവാനും ഓടുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ജോൺ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയാൽ ബാല്യം മുതൽ ദൈവത്തെ അറിഞ്ഞ് വളരുവാനായിട്ടൊരു സാഹചര്യം എനിക്ക് ലഭിച്ചിരുന്നു. എൻ്റെ മാതാവ്, എൻ്റെ അമ്മച്ചി ഒത്തിരി ദൈവഭക്തിയായിട്ടൊരു സ്ത്രീയായിരുന്നു. പ്രാർത്ഥനകൾക്ക് പോകുമ്പോഴൊക്കെയും എന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അത് തുടർന്നും കോളേജ് ജീവിതത്തിലും എനിക്ക് അതിനൊരു അവസരം തുടർന്ന് ലഭിച്ചു. നഴ്സിങ്ങിൻ്റെ കാലത്താണെങ്കിലും ദൈവകൃപയാൽ യാതൊരുവിധമായ കുറ്റങ്ങളും കൂടാതെ എൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ സഹായിച്ചതിനൊപ്പം അനേകം രോഗികൾക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ അപ്പച്ചനും വളരെ മാരകമായ അസുഖങ്ങളുണ്ടായ സമയത്തും പ്രാർത്ഥനയാൽ ദൈവം വിടുതൽ തന്നതിനെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ജോലിയിൽ പ്രവേശിച്ച സമയത്തും എൻ്റെ ഭർത്താവിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഭവനം നിർമ്മിക്കുന്നതൊക്കെ എങ്ങനെയെന്ന് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ ദശാംശം കൊടുത്തുകൊണ്ടിരുന്ന എന്നെ ദൈവം ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട് വരുത്തിയില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന എന്നും സദൃശവാക്യത്തിലേതായിരുന്നു, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും തരാതെ നിത്യവൃത്തി എന്നെ പോഷിപ്പിക്കണമേ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം കേട്ടു. ഒരിക്കലും ദാരിദ്ര്യം തന്നില്ല, ഒത്തിരി സമ്പത്ത് തന്നില്ലെങ്കിലും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ദൈവം എന്നും സഹായിച്ചു. ഇന്ന് വരെ ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്നു. എല്ലാറ്റിനും മതിയായവനായി പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം തരുന്നതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ദൈവകൃപയാൽ 13 വർഷമായിട്ട് ഈ വേലയിൽ തുടർന്നു പോകാനായിട്ട് ദൈവം കൃപ തന്നു. സൺഡേ സ്കൂൾ അധ്യാപകനായി പ്രവർത്തിക്കുമ്പോഴും പല കാര്യങ്ങളും പുതുതായിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് വളരെ പേടിയായിരുന്നു ആദ്യമൊക്കെ നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. പക്ഷേ നമ്മൾ ഏത് കാര്യം പുതുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലും അതിന് ദൈവം നല്ല പ്രതിഫലം തരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികളെ പുതിയ പുതിയ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. ആ പ്രോഗ്രാമുകളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ചെറിയതായാലും വലുതാണെങ്കിലും നമുക്ക് പ്രൈസുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും ഈ കുട്ടികളെ കൂടുതൽ ദൈവഭയമുള്ളവരാക്കി തീർക്കുവാനും സാധിക്കാറുണ്ട്. അതിന് ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷവും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനും അതിന് ദൈവം നമ്മൾ എന്ത് മനസ്സ് വിചാരിച്ചാലും അതിന് ഒരു തക്കതായ ഫലം ദൈവം തീർച്ചയായിട്ടും എപ്പോഴും തരുന്നുണ്ട്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതുകൂടാതെ പല മറ്റുള്ളവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുകൂടാതെ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനും അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് ഈ സൺഡേ സ്കൂൾ പ്രവർത്തനം വഴി നമുക്ക് സാധിക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ആത്മീയ പ്രവർത്തനം വഴിയാണ് സാധിക്കുന്നത്. താങ്കൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. എന്താണ് താങ്കൾ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ? നമ്മൾ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള അനേകർക്ക് അതൊരു മാതൃകയാകാൻ തക്കവണ്ണം എന്താണ് താങ്കൾ ഇങ്ങനെ കർത്താവിൻ്റെ നാമോദത്തിനായിട്ട് പുതിയ കാര്യം എന്താ ചെയ്യുന്നത്? പുതുതായിട്ട് നമ്മൾ
പുതിയ പുതിയ പ്രോഗ്രാംസുകൾ ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ എവിടെയെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുട്ടികളെ അവരെ ട്രെയിൻ ചെയ്ത് അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഈ കലാ പ്രോഗ്രാംസ് ആണോ? കലാപരിപാടികളും അല്ലാതെയുള്ള ആത്മീയമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ആത്മീയമായി കുഞ്ഞുങ്ങളെ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്? പല അനാഥാലയങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ മറ്റുള്ളവരെ കൂട്ടി സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനത്തോട് ചേർത്ത് അവരൊക്കെ പങ്കെടുപ്പിച്ച് അങ്ങനെ നമ്മുടെ ഈ ആത്മീയ പ്രവർത്തനം എന്ന് പറഞ്ഞു ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കൂടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമുക്ക് കിട്ടുന്ന ഫണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കാറുണ്ട്. അതിന് മറ്റുള്ളവരെ കൂടി സഹകരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചാരിറ്റി പ്രവർത്തനവും ആത്മീയ പ്രവർത്തനവും രണ്ട് തലങ്ങളിലുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആതുര ശുശ്രൂഷ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഭാഗമാണ്. പക്ഷേ പരമോന്നതമായിട്ട് യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അനുഭവമാക്കി കൊടുക്കുക എന്നുള്ളതുമാണ് ഫണ്ടമെൻ്റലായിട്ടൊരു സാക്ഷ്യ ശുശ്രൂഷ. താങ്കൾ ചെയ്യുന്ന സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കും താങ്കളുടെ ദർശനം. പക്ഷേ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു വഴിയായിട്ട് തീരണം. തീർച്ചയായിട്ടും യേശുവിന് അവിടെ വലിയ സ്ഥാനമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം യേശുവിനെ കുറിച്ച് അവിടെ പറയാറില്ലല്ലോ. നമ്മൾ പോയി ഒരു ഓർഫനേജ് സന്ദർശിച്ചു, അവരെല്ലാം കണ്ടു, കുഞ്ഞുങ്ങളെ ആ രീതി വളർത്തുന്നത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ നാം സാക്ഷ്യം എന്ന് പറയുമ്പോൾ യേശു നമുക്ക് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് വർണ്ണിക്കുവാനും യേശുവിൻ്റെ പാതയിൽ എങ്ങനെ നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ദൈവത്തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. എൻ്റെ പേര് പറഞ്ഞ പോലെ തിമോത്തി എസ്. ഞാനൊരു പുരാതന സുറിയാനി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് കൽദായി സുറിയാനി എന്ന് പറഞ്ഞൊരു പുരാതന സഭയുണ്ട്. അതിലത്തെ ആയിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് 4-5 ചാട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ മരിച്ചുപോയി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ബാല്യപ്രായത്താണൊക്കെ മരിച്ചുപോയി. 1 മാസം കൊണ്ട് 2 കുട്ടികൾ മരിച്ചുപോയി. അങ്ങനെ വളരെ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് അമ്മ വചനം കേൾക്കുവാനും 1 മാസം കൊണ്ടാണ് 2 കുട്ടികൾ മരിച്ചുപോയത്. അത് എത്രയോ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു നാട്ടുകാർ പറഞ്ഞറിവുകൊണ്ട് എനിക്ക്. അത്രയും ഉള്ള കുട്ടികളായിരുന്നു. അമ്മ ഇതിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ളൊരു സുറിയാനി ക്രിസ്ത്യാനികളായി തന്നെ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് വന്നവരുടെ വീട്ടിൽ പോയിട്ട് അമ്മ ആശ്വാസവചനങ്ങൾ കൈക്കൊള്ളും. അങ്ങനെ അമ്മയ്ക്ക് ഈ സുറിയാനി ക്രിസ്ത്യാനിയിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാൻ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പനോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അമ്മ പറഞ്ഞു. അപ്പൻ സമ്മതിച്ചില്ല. ഒടുവിൽ അമ്മ ധൈര്യപ്പെട്ട്, അതിനൊരു വാക്യമുണ്ട്, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുതെന്ന് എബ്രായ ലേഖനത്തിലുള്ള വാക്യപ്രകാരം അമ്മ അത് പോയി സ്നാനം കഴിഞ്ഞു. അതിന് ശേഷം വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്ക് അതിന് ശേഷം പനി പിടിച്ചപ്പോൾ അപ്പനോട് അപ്പൻ ചോദിച്ചു നിനക്കെന്താ പനിയുണ്ടോ എന്ന് ചോദിച്ചു. കഴുത്തിൽ നമ്മൾ ചൂട് നോക്കില്ലോ, നമ്മുടെ തെർമോമീറ്റർ അതാണല്ലോ കഴുത്തിൽ ഇവിടെ വെച്ചിട്ട്. അങ്ങനെ ചൂട് നോക്കിയപ്പോൾ താലിമാല കാണാനില്ല. നിൻ്റെ താലി എന്താണെന്ന് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം, അന്ന് എനിക്ക് 1 വയസ്സുള്ളൂ, പിറ്റേ ദിവസം തിങ്കളാഴ്ച എന്നെയും അമ്മയും പുറത്താക്കി. അങ്ങനെ 5-6 വർഷത്തോളം അമ്മ പുറത്തായിരുന്നു. ഞാനൊരു ഏകദേശം 5 വയസ്സ് വരെ അമ്മയുടെ കൂടെ ഇങ്ങനെ വളരെ കഷ്ടപ്പാടുകൾ കഴിച്ച്. അമ്മ ഈ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് അപ്പൻ കയറ്റിയില്ല വീട്ടിലേക്ക്. പല ബന്ധുവീടുകളിലൊന്നും പോയിട്ട് നിൽക്കാൻ അപ്പൻ സമ്മതിച്ചായിരുന്നില്ല. അങ്ങനെ പല ക്രിസ്തീയ വേർപെട്ട സഭകളിൽ ഉള്ള അംഗങ്ങളുടെ വീടുകളിൽ പോയി അമ്മ അതുപോലെയുള്ള വേല ചെയ്ത് എന്നെ വളർത്തി കൊണ്ടുപോകുന്നു. 5 വയസ്സായപ്പോൾ എനിക്ക് അപ്പം അവിടുന്ന് എന്നെ കൊണ്ടുവന്നു. അതിനുശേഷം ആകെ ഒരു പെങ്ങളുള്ളൂ. ആ പെങ്ങളുടെ കല്യാണത്തിന് വരെ അമ്മയെ കൂട്ടിയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പാടും അതുപോലെ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റ് ആ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ആ സമയത്ത് പിന്നെ അപ്പനോട് കൂടി ആയപ്പോൾ ആ സുറിയാനി സഭയിൽ തന്നെ ആയിരുന്നു. പിന്നീട് അമ്മ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരും. അമ്മ ചികിത്സ ചെയ്യില്ലായിരുന്നു. അത് തന്നെ എനിക്കും
അതുപോലെ ചികിത്സ ചെയ്യില്ല, പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ തീർക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു ഭാര്യയ്ക്ക് യൂട്രസിൻ്റെ ഇത് വന്നു, ഇറങ്ങി വരുന്ന ഒരു അനുഭവം. അങ്ങനെ ഭാര്യ എന്നോട് ചോദിച്ചു, ഞാൻ പെന്തക്കോസ്ത് ഹോളിൽ പോയിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഈ പൊക്കോ, നമുക്കത് അനുഭവമുള്ള കാരണം ഞാൻ തടഞ്ഞില്ല. അങ്ങനെ പ്രാർത്ഥനയാൽ ആ യൂട്രസിൻ്റെ ആ ഇറക്കം നിന്നു, സാധാരണ നിലയിലായി. അപ്പോൾ അവർ സ്നാനപ്പെട്ടോളം പറഞ്ഞു. ഞാനിത് സമയത്ത് ചെറുപ്പം മുതലേ വചനം പഠിച്ച്, വചനമല്ല എനിക്ക് ഒരു ഇതൊക്കെ ദൈവാത്മാവ് പ്രകാശനം തന്നു. അങ്ങനെ പ്രകാശനം ഉള്ള സമയത്ത് ഒരു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് ബൈബിൾ ക്ലാസ്സുകൾ നടന്നായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ആ ബ്രദറൻ സഭയിലൊരു മൂപ്പനാണ്. അദ്ദേഹം ഒരു വീട്ടിൽ ഇങ്ങനെ എല്ലാ രാത്രിയിലും വന്ന് ക്ലാസ് എടുക്കും. റോമാലേഖനവും ഗലാത്യ ലേഖനവും ആയിരുന്നു ക്ലാസ്. അങ്ങനെ അന്ന് ഞാൻ 14-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നുള്ള വളരെ ശക്തമായ ആലോചന ആ ദൈവാസൻ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിലെപ്പോഴും നീ രക്ഷിക്കപ്പെട്ടവർ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവാത്മാവോടും നമ്മുടെ ആത്മാവോടും പറയുന്നു എന്നുള്ള റോമാലേഖനത്തിലത്തെ വാക്യപ്രകാരം എനിക്ക് ശക്തമായ ഒരു ഇത് വന്നു. അങ്ങനെ വചനം പഠിച്ചപ്പോൾ സ്നാനപ്പെടണം, വേർപ്പെടണം എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ ദൈവനാമത്തിൽ ആശ്രയിച്ച് അങ്ങനെ ഞാനും 1993 ഡിസംബർ മാസത്തിൽ സ്നാനപ്പെട്ടു. അങ്ങനെ IPC ഇമ്മാനുവൽ ചർച്ചിനോട് കൂടെ ആരാധിച്ചു പോരുന്നു. മറ്റുള്ള സഭയുടേതായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും ഞാൻ അതിൽ പങ്കെടുക്കുന്നു. അതുമാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതോട് കൂടി എൻ്റെ അമ്മായിപ്പൻ, അമ്മായിമ്മ, അനിയത്തിയുടെ മറ്റ് കുടുംബങ്ങൾ അവരൊക്കെ ഈ വിശ്വാസമാർഗത്തിലേക്ക് വരുവാനിടയായി. അവരൊക്കെ ഈ അമ്മായിമ്മയും അമ്മായിപ്പനും എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. മക്കൾ അവർക്കെതിരായി. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അവർ അവിടെ തന്നെ കിടന്ന് മരിച്ചു. അപ്പം അങ്ങനെ അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ സാക്ഷ്യം മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സാക്ഷ്യം ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക എന്നുള്ള വാക്ക് പ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ നീതിയും വിശ്വസ്തയും ഉള്ളവനായിട്ട് എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സഭയുടെ പരസ്യയോഗങ്ങളിലും മറ്റും പങ്കെടുക്കാറുണ്ട്. പങ്കെടുക്കാന്ന് വെച്ചാൽ പരസ്യയോഗത്തിന് പ്രസംഗിക്കില്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. ഇതുവരെയും ദൈവാനെ നിലനിർത്തി. അമ്മ ഒരു വാക്ക് പറയാറുണ്ട് എന്നോട്, മറ്റുള്ളവരുടെ അമ്മയുടെ അപ്പന് വളരെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഒരു കാരണം എൻ്റെ അവകാശം, എല്ലാവർക്കും കൂടിയുള്ള അവകാശം ഞാൻ തന്നെ പിടിച്ചെടുത്തിട്ട് ആർക്കും കൊടുത്തില്ല. അപ്പോൾ അമ്മ പറയും, എനിക്ക് ഇത്രയും ഏക്കർ കണക്കിന് വസ്തുവകയിലുള്ള ആൾ ആർക്കും കൊടുക്കാതെ എല്ലാം നാശപ്പെടില്ലേ. ഒരു മനുഷ്യൻ്റെയും മുതൽ ആഗ്രഹിക്കരുത്. ദൈവം യഹോവയെ അന്വേഷിക്കുന്നവർ നന്മയും കൊടുക്കുകയില്ല എന്നുള്ള വചനപ്രകാരം ഇന്നും ജീവിക്കുന്നു. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല, പക്ഷേ ദൈവം ഇതുവരെയും നടത്തി, ഇനിയും നടത്താൻ വിശ്വാസം. ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാവുന്ന നമ്മെ ജീവനം നടത്താൻ വിശ്വസ്തന എന്നുള്ള വാക്കുപ്രകാരം അതിലാശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. മക്കളും എല്ലാവരും ഒരുമിച്ച് വീട്ടിലാണ്. അവരെയും വിശ്വാസമാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ആ പൂച്ചട്ടിയുടെ ദേശത്ത് താമസിക്കുന്നു. ഞങ്ങൾ പറവട്ടാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഞങ്ങളുടെ സ്ഥലം. അത് ടൗണിലാണ്, ഹൈവേ ആണ്, അവിടെയായിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് പൂച്ചട്ടിയിൽ. അവിടെയും നമ്മളാലാവോളം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കും. മക്കളൊക്കെ എങ്ങനെയാണ്? മക്കളും ഈ വിശ്വാസത്തിലാണ്? ആ മക്കളെല്ലാവരും വിശ്വാസത്തിലും മരുമക്കളും ഒക്കെ. പക്ഷേ നമ്മൾ സുവിശേഷത്തിനായിട്ട് ഒരു സുവിശേഷ വേലയിലേക്ക് പോയിട്ടില്ല. നമ്മുടെ സ്ഥലത്തും നമ്മുടെ ഭവനത്തിലുമായിട്ട് നമ്മുടെ സഭയിലും പിന്നെ ദേശങ്ങളിൽ പോയിട്ട് സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരസ്യയോഗങ്ങളിൽ, കൺവെൻഷനല്ല, ഞങ്ങൾ മാസം അവസാനത്തെ ആഴ്ചകളിൽ പരസ്യയോഗങ്ങൾ നടത്തും. വിവിധ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോയിട്ട് അതിൽ പങ്കെടുക്കും, പാട്ടുപാടും, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതുവരെയും ദൈവം നടത്തി, ഇനിയും ദൈവം നടത്താൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു അമ്മയുടേതായിട്ടുള്ള സാക്ഷ്യമാണ്. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയോടുള്ള. അല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ചാനൽ മനസ്സിൽ അതാണല്ലോ ഞാൻ പറഞ്ഞത് പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. താങ്കളുടെ സാക്ഷ്യത്തോടും മറ്റനേകരെ ആകർഷിക്കുവാൻ തക്കോണം മുഖാന്തരമായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുന്നു. ആ മാർക്സ് നോട്ട് ഡൗൺ. ഓക്കെ. ജോബ് സീജ 1.5 മാർക്ക്, ഓമന ജോൺ
1.5 marks. സിജു വർഗീസ് 1.5 marks. തിമോത്തി AC 4 മാർക്ക്. Alright. സോ ടെസ്റ്റിമണി റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. വീരനെ പുറപ്പെട്ട് യോദ്ധാവെ പൊട്ടീഷ്ണത ജ്വലിപ്പിക്കും. ആർത്തു വിളിക്കും അവനാത്തോടെ പേർ ചൊല്ലി വിളിച്ചു വീണ്ടെടുക്കും. ആർത്തു വിളിക്കും അവനാർത്തോടെ പേർ ചൊല്ലി വിളിച്ചു വീണ്ടെടുക്കും. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. അടുത്തതായിട്ട് നമുക്ക് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. പറയുന്ന തിരുവചനം ആദ്യമേ വായിക്കുന്നവർക്കായിരിക്കും മാർക്ക്. കൃത്യമായിട്ട് വായിക്കണം. തെറ്റുവാണെങ്കിൽ 2 മാർക്കുള്ളൂ ഈ ചോദ്യത്തിന്. തെറ്റുകയാണെങ്കിൽ -1 മാർക്ക്, ശരിയാണെങ്കിൽ 2 മാർക്ക്. യെസ്, ജസ്റ്റ് ഒരു എല്ലാവരെയും ഒന്നൊന്ന് ഉണർത്താൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് ബൈബിൾ കൊടുക്കുക. Alright, ready? Close your Bibles. ബൈബിൾ കൈ പിടിച്ചോ, കുഴപ്പമില്ല. സങ്കീർത്തനങ്ങൾ 147:11. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. So he gets 2 marks for that. Right. Close your Bibles. Bibles close. Yeah. Philemon 7. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നിന്നാൽ ഉന്മേഷമുള്ളതായി തീർന്നതുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. Exactly right, and he gets 2 marks. All right. മൂന്നാമത്തേത് റെഡി? യെസ്. ഓബദ്യാവ് 1:10. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത അക്രമം നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ എന്നേക്കും ഛേദിക്കപ്പെടും. Correct, right answer. Job Caesar gets 2 marks. Last one. All right. Close your Bibles. മലാഖി 4:6. ഞാൻ വന്ന് ഭൂമിയെ ശാപം കൊണ്ട് സംഹരിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. Yes, Job Caesar gets 2 marks. Right? Yeah. Now we will go for the tally. So will you please announce the winners for the next round? The first prize goes to Mr. Timothy AC. With Yes, first prize goes to Mr. Timothy AC. Congratulations. Yes. And now, second prize goes to Job Caesar. നിങ്ങൾ രണ്ടുപേരും സെക്കൻഡ് റൗണ്ടിലോട്ട് പോകുന്നുണ്ട്, ജോഷുവ റൗണ്ടിലേക്ക്. ഓൾറൈറ്റ്. പക്ഷേ എല്ലാവർക്കും കോൺസേഷൻ പ്രൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ടോക്കൻ. യെസ്. ഇതോടെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.